നമ്മൾ കോഴിക്കോട് ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ്, ഒരുപാടല്ല, ഒരു കടലിൽ കിട്ടുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. ഈ ഫ്ലാറ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക, കണ്ടില്ലതാ എന്തൊക്കെ ഐറ്റംസാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ഈ കടലിൽ കിട്ടുന്നതല്ല, കടൽക്കൂട്ടുന്ന പേര് തന്നെ, കടലിൽ കിട്ടുന്ന എല്ലാ സാധനവും ഉണ്ടെന്ന് അവർ പറയുന്നത്. കടല കടുക്കുണ്ട്, ഞണ്ടുണ്ട്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, പേരൊക്കെ നമുക്ക് പറയാൻ തന്നെ കിട്ടില്ല, അത്രയും ഐറ്റംസ് ഇതിൽ നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ അതാ ഇതൊരു അടിപൊളി സൗദി ടേസ്റ്റിൽ വരുന്ന 2 ടൈപ്പ് മീൻ കറിയാണുള്ളത്. ഇതാണ് സൗദീൻ്റെ സ്പെഷ്യൽ ഐറ്റം സമക്ക് മഗ്ലി. ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. 2 ഐറ്റം മസാല വരുന്ന സമക്ക് മഷുവി, അതേപോലെ അതാ സമക്ക് മഗ്ലി ഉണ്ട്. ഇതൊക്കെ അടിപൊളി സൗദി അറബിക് ഫുഡാണ്. എല്ലാ സീ ഫുഡിലൊക്കെ വരുന്ന എല്ലാ അറബിക് ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയും വെറൈറ്റി ഐറ്റംസ് സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മളെ കോഴിക്കോട് വേറെ എല്ലാം തന്നെ പറയാം കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്കുള്ള ഒരുപാട് എൻജോയ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. ഈ ഒരു സിസിലറി ഒന്നും നമ്മളെ കോഴിക്കോട് എവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എടുത്തിട്ട് ഓരോരോ പിടി ഇങ്ങനെ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഹൗൻ്റെ മോനോ. ഈ സീ ഫുഡൊക്കെ ലൈവായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരും. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇതുപോലത്തെ നല്ല റൈഡുകളും കാര്യങ്ങളും, അതേപോലെ അവിടുത്തെ സ്പീഡ് ബോട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുകണ്ടോ. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി എന്താ അതിൻ്റെ ഒക്കെ ഒരു വൈബ് എന്നറിയോ. നമ്മളവിടെ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ട് അടിപൊളി കിടിലൻ റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെ കിട്ടുന്ന ഈ സ്ഥലം മറക്കണം കേട്ടോ. നമ്മളെ ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്തുള്ള റെമോറ റെസ്റ്റോറൻറ്റിലുണ്ടോ ഇത്രയും സീ ഫുഡ് ഐറ്റംസുകളൊക്കെ നമുക്ക് കിട്ടുന്നത്.